എല്ലാവർക്കും മലവുടിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മൾട്ടി ഡോസ്, ബസൂക്ക, വിലായത്ത് പുത്ത എന്നീ സിനിമകളുടെ അപ്ഡേറ്റ്സ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് ബൾട്ടി എന്ന സിനിമയെ പറ്റിയാണ്. ഷൈനിക നായകനായ ബൾട്ടി എന്ന സിനിമ OTT സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ് സോണി ലീവിൽ. അടുത്തൊരു അപ്ഡേറ്റ് ഡോസ് എന്ന സിനിമയെ പറ്റിയാണ്. സിജു വിൽസൺ നായകനായി എത്തിയ ഒരു മെഡിക്കൽ സസ്പെൻസ് ത്രില്ലർ സിനിമയാണ് ഡോസ്. ഇപ്പോഴിതാ മനോരമ മാക്സ്, ആമസോൺ പ്രൈമിലും ഈ ഒരു സിനിമയുടെ OTT സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് പരിമള ആൻഡ് കോ എന്ന സിനിമയെ പറ്റിയാണ്. ഇതൊരു തമിഴ് ഡാർക്ക് കോമഡി മിസ്റ്ററി ചിത്രമാണ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT സ്ട്രീമിംഗ് C5 ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് ഇക്ക എന്ന സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമയുടെ OTT നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് പെടി എന്ന സിനിമയെ പറ്റിയാണ്. രാംചരൺ നായകനായ ഈ ഒരു സിനിമ പാൻ ഇന്ത്യൻ സ്പോർട്സ് ആക്ഷൻ സിനിമയാണ്. ഇപ്പോഴത്തെ നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമയുടെയും OTT സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുന്നു. അടുത്തൊരു അപ്ഡേറ്റ് ത്രിക്കാല എന്ന സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമയുടെ OTT ഇപ്പോൾ ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് കള്ളക്കാമുകൻ എന്ന സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമയുടെ പോസ്റ്റർ മനോരമ മാക്സ് റിലീസ് ചെയ്തിരിക്കുകയാണ്. ഈ മാസം തന്നെ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് കാട്ടാളൻ എന്ന സിനിമയെ പറ്റിയാണ്. ആന്റണി വർഗീസ് നായകനായ ഒരു ആക്ഷൻ ത്രില്ലർ സിനിമയാണ് കാട്ടാളൻ. ഈ ഒരു സിനിമയുടെ OTT ആര് വാങ്ങിച്ചിട്ടെന്ന് ഇതുവരെയായി വ്യക്തമാക്കിയിട്ടില്ല. എന്തു തന്നെ ആയാലും ജൂലൈ തന്നെ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയെ പറ്റിയാണ്. ആക്ഷൻ ത്രില്ലർ സിനിമയാണ് ബസൂക്ക. C5 ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയെ പറ്റിയാണ്. മമ്മൂട്ടി നായകനായി വന്ന ഈ ഒരു സിനിമയുടെ OTT ജിയോ ഹോട്ട്സ്റ്റാർ ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ജൂലൈ മാസം തന്നെ ബസൂക്കയുടെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് വിലായത്ത് പുത്ത എന്ന സിനിമയെ പറ്റിയാണ്. പൃഥ്വിരാജ് സുകുമാരൻ നായകനായി വന്ന വിലായത്ത് പുത്ത ഇപ്പോഴത്തെ OTT സ്ട്രീമിംഗ് ആരംഭിക്കാൻ പോകുന്നു. ജൂലൈയിലാണ് ഈ ഒരു സിനിമയുടെ OTT ജിയോ ഹോട്ട്സ്റ്റാറിൽ റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ബാലൻ ദി ബോയ് എന്ന സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമയുടെ OTT C5 ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ജൂലൈ 10 വരെ ഈ ഒരു സിനിമ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമ ജൂലൈ അവസാന വാരം അല്ലെങ്കിൽ ആഗസ്റ്റ് ആദ്യ വാരം തന്നെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് ദയം എന്ന സിനിമയെ പറ്റിയാണ്. ഇതൊരു മലയാള ചിത്രമാണ്. ഇപ്പോഴിതാ മനോരമ മാക്സിൽ ഈ ഒരു സിനിമയുടെ OTT സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.